ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് നോക്കിയാലോ, ഈശോയെ സീരിയസ് ആയി എടുത്താൽ മാറ്റം പറയാനുണ്ടോ? ന്യൂജൻ ഭാഷയിൽ തേച്ചിട്ട് പോയി. ആരെയാണ് തേച്ചിട്ട് പോയത് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. എഡ്വിൻ എന്നു പേരായ ഒരു മകൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. അവൻ ഹൈസ്കൂൾ പഠനം തീരാറാകുന്ന സമയത്ത് ആൾക്ക് ഒരു പ്രണയബന്ധം രൂപപ്പെട്ടു. 4-5 വർഷങ്ങൾ നീണ്ടുനിന്ന പ്രണയം. പക്ഷേ ഈ അടുത്ത നാളുകളിൽ അവനെ ആ പെൺകുട്ടി ഉപേക്ഷിച്ചു പോയി. ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോയി. മാതാപിതാക്കൾ അമിത സംരക്ഷണം നൽകി വളർത്തുന്നത് കാരണമാകാം. വളരെ ലോലമാണ് അവൻ്റെ മനസ്സ്. ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. ഒരു കുഞ്ഞു വേദന പോലും താങ്ങാനുള്ള ശേഷി അവർക്കില്ല. മാത്രമല്ല, ഓരോ നിമിഷവും പങ്കുവെച്ചുകൊണ്ടുള്ള സ്മാർട്ട് ഫോൺ പ്രണയത്തിലുണ്ടാകുന്ന പരസ്പര അടുപ്പം കുറച്ച് വളരെ വലുതാണ്. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം അത് പറിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് വളരെ ആഴത്തിൽ ഉള്ളതായിരിക്കും. പ്രണയത്തകർച്ചയിൽ എഡ്വിനുണ്ടായ വേദനയും വിഭിന്നമായിരുന്നില്ല. എല്ലാത്തിനോടും ദേഷ്യവും വെറുപ്പും. മിനിറ്റിന് ആ പെൺകുട്ടിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. മാനസികാരോഗ്യം തകർന്നു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ എഡ്വിൻ ഒരു സ്പെഷ്യലിസ്റ്റിനെ കണ്ട് സംസാരിച്ചു നോക്കി. എന്നിട്ടും സമാധാനം കിട്ടുന്നില്ല. അപ്പോഴാണ് ഡേവിഡ് എന്ന തൻ്റെ സുഹൃത്തിനോട് ഈ കാര്യങ്ങളെല്ലാം പങ്കുവെച്ചത്. ഡേവിഡ് അന്നു തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒപ്പം ഒരു പോംവഴിയും എഡ്വിന് പറഞ്ഞുകൊടുത്തു. പഴയ കാമുകിക്കായി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു രീതി. അവളുടെ പേര് പറഞ്ഞ് അവളുടെ മേൽ കരുണയായിരിക്കണേ എന്ന് നിരന്തരം ഉരുവിടുക. പേപ്പർ എടുത്ത് തന്നെ എഴുതിക്കൊണ്ടിരിക്കുക. മനസ്സിലെ മുറിവുകൾ ഈശോയുടെ കരുണയ്ക്ക് മാത്രമല്ലേ ഒപ്പിയെടുക്കാനാവൂ. ഈ പോംവഴികൾ അവനെ ബോധിച്ചു. ഡേവിഡ് പറഞ്ഞതുപോലെ തന്നെ എഡ്വിൻ ചെയ്യാൻ തുടങ്ങി. കൂദാശ ജീവിതവും പതിയെ പുനരാരംഭിച്ചു. ഈശോയെ സീരിയസ് ആയി എടുത്താൽ മാറ്റം ഉറപ്പല്ലേ. കഴിഞ്ഞ ദിവസം ഡേവിഡ് എന്നോട് വന്നു പറഞ്ഞു എഡ്വിനുണ്ടായ മാറ്റത്തെ പറ്റി. കുറച്ച് ദിവസം മുമ്പ് ദേവാലയത്തിൽ പോകും വഴി എന്തോ കണ്ടപ്പോൾ മിന്നായം പോലെ മനസ്സിൽ ആരോ കാണിച്ചു കൊടുത്തതത്രേ. കുഞ്ഞായിരുന്നപ്പോൾ വീട്ടുകാരുടെ കൂടെ ദേവാലയത്തിൽ പോകുന്ന കൊച്ചുമിണ്ടാപ്രാണി എഡ്വിൻ്റെ ഒരു രംഗം. ഇത് കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു അനുഭൂതിയാണ് കിട്ടിയത്. അവൻ മനസ്സ് തുറന്ന് ചിരിച്ചുപോയെന്ന്. ഇതുപോലത്തെ സന്തോഷം ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന്. ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല എന്ന് ഈശോ. വാചാലനാവുമ്പോൾ ഇപ്പറഞ്ഞ സംഭവം ഒരു ഉദാഹരണമാണ്. ഈശോയുമായി വ്യക്തിപരമായി ബന്ധം പുലർത്തുന്ന ആത്മാവിന് കിട്ടുന്ന സന്തോഷമാണ് അത്. മനസ്സിൽ ഉണ്ടാകുന്ന ചെറിയ വിചാരങ്ങൾക്ക് പോലും അപ്പോൾ മറ്റൊരു വ്യക്തിയിൽ നിന്നും മറുപടി കിട്ടുന്ന അനുഭവങ്ങൾ ആത്മാവിൻ്റെ പ്രണയാനുഭവം എന്നതിനെ വിളിക്കാം. അത് ലഭിക്കാൻ ഈശോയെ സീരിയസ് ആയി എടുക്കുകയേ വേണ്ടൂ. ഈ ഈശോയോടുള്ള പ്രണയം സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കട്ടെ. എഡ്വിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.